പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള ആ ഒരു സ്വഭാവത്തിലോട്ടൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുറച്ചൊക്കെ നല്ല രീതിയിലൊക്കെ നിന്നെങ്കിലും പക്ഷേ ഇപ്പം നമ്മൾ ജലജയാണെങ്കിലും അഭിയാണെങ്കിലും നവ്യയാണെങ്കിലും ആ ഒരു സ്വഭാവത്തിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അഭി പറഞ്ഞിട്ടാണ് നമ്മൾ ജലജയാണെങ്കിലും നവ്യ ഇങ്ങനെ ഓരോ എരിപിരിയൊക്കെ കയറ്റി കൊടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ ചേട്ടത്തി അനിയത്തി തമ്മിൽ അടിച്ച് പിരിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിയാണെങ്കിലും ജലജ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം നമ്മൾ ജലജയാണെങ്കിലും നവ്യയെടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിപ്പം നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ഇപ്പം അനിയത്തിമാരായ രണ്ടുപേരെയും കണ്ടുകൂടും. ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ നവ്യയാണെങ്കിൽ നേരെ അടുക്കളയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അബിക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചിക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ചേച്ചിക്ക് എന്താ വേണ്ടത്, വേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണല്ലോ നമ്മൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയൊക്കെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നെ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ തനിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണോ, എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചേച്ചി അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കാൻ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്ക് നയനെ, എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും താല്പര്യമില്ല, എൻ്റെ ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് കാരണമായിട്ട് മുമ്പിൽ നിന്നത് നീയും നന്ദുവാണ്, എനിക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കി തന്നത് തന്നെ നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക, എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഫുഡുകൾ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, നീ എൻ്റെ കാര്യം തിരക്കാൻ നടക്കാതെ നീ നിൻ്റെ ഭർത്താവിനെ പോയി നന്നാക്കാൻ നോക്ക്, ഇത്രയും തെറ്റുകളും കാര്യങ്ങളും ചെയ്ത് നടന്ന നിൻ്റെ ഭർത്താവിനെ ആണെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാനും കാര്യത്തിനൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്, അതുപോലെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇനി ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് നീ പറഞ്ഞുകൊണ്ട് വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിക്കുന്നത് ഈ രീതിയിലായിരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ആദർശാണ്, ആദർശനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് ആദർശാണെങ്കിലും കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക വരെ ചെയ്തിട്ടും ഒരു പെണ്ണിനെ ആണെങ്കിൽ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും അതിനൊന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല, ഇവിടെ വെറുതെ ഇരിക്കുന്ന അബിയയുടെ നെഞ്ചത്തോട്ട് കയറാനാണ് എല്ലാവരും വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആണെങ്കിൽ അടുക്കളയിലോട്ട് വരുന്നുണ്ട്. മുത്തശ്ശൻ നവ്യയെടുത്ത് ചോദിക്കുന്നത്, എന്താ നവ്യ ഇവിടെ ബഹളവും കാര്യങ്ങളും, ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നവ്യയെടുത്ത്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് എപ്പോഴും എൻ്റെ ആദർശ മോനെയും നയന മോളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല, പിന്നെ നീ എന്തിനാ 24 മണിക്കൂർ അവരെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി മേലെ നീ ഇനി ആദർശനെ നയനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ സംസാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ നവ്യയുടെ മുഖത്തൊക്കെ ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടി കൊടുത്തിട്ടാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, എടി നിൻ്റെ ഭർത്താവ് അഭിയാണ് ഇവിടെ എല്ലാ തെറ്റുകളും ചെയ്തിട്ടുള്ളത്, അവനാണ് ഓരോ പെൺപിള്ളേരെ പിന്നെ വശീകരിച്ച് സ്നേഹിക്കുകയും ചെയ്യും, പിന്നെ ആണെങ്കിൽ അവർക്ക് ഓരോ കുഞ്ഞുങ്ങളും ആക്കി കൊടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്ന നിൻ്റെ ഭർത്താവ് അല്ലാതെ എൻ്റെ ആദർശമോനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്കറിയുന്ന കാര്യം തന്നെയല്ലേ അബിയുടെ സ്വഭാവം, അവനാണെങ്കിൽ എല്ലാ പെൺപിള്ളേരെ പിറക്കെ നടന്ന് സ്നേഹിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേടി, പിന്നെ നീ എന്തിനാ ഇത്രയ്ക്കും നന്മയായിട്ട് അവനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, നമ്മളെ ചന്തുമോളുടെ അച്ഛന് നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ചന്തുമോളുടെ അച്ഛനാണെങ്കിലും അബിയാണെന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ എൻ്റെ വെറുതെ നടന്ന ഒരു കുഴപ്പവും ഇല്ലാത്ത എൻ്റെ ആദർശമോനാണല്ലോ നീ എപ്പോൾ നോക്കിയാലും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നിനക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ ആ സമയത്ത് അപ്പം തന്നെ നീയും നിൻ്റെ അമ്മായിയമ്മയാണെങ്കിലും എൻ്റെ ആദർശ മോനെയും നയനമോളെയാണല്ലോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. ഇത്രയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന അവനെ നിനക്ക് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ, ആദ്യം നീ പോയി നിൻ്റെ ഭർത്താവിനെ നന്നാക്കി, പിന്നല്ലേ നീ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയ്ക്കും ബുദ്ധിയെ നിനക്കുള്ളൂ, ഇത്രയ്ക്കും ബുദ്ധി വികസനമേ നിനക്കുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ നല്ല കണക്കിനുള്ളത് രീതിയിൽ നമ്മൾ നവ്യയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിന്നിട്ട് ഒന്നും തിരിച്ച് പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നമ്മൾ നവ്യ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വെറുതെ ഒന്നും ചെയ്യാത്ത ആദർശൻ്റെ നയനയാണോ ഞാൻ ഇത്രയും കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചതെന്നൊക്കെ ഇങ്ങനെ നവ്യയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ അടുത്തുള്ളൊരു സ്നേഹം കൊണ്ടും നിൻ്റെ ജീവിതത്തിനൊന്നും സംഭവിക്കാതിരിക്കാനും വേണ്ടിയാണ് ഈ ആദർശം നയനയും ആ ഒരു വലിയൊരു തെറ്റ് അവർ തന്നെ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് നീ അവരെ സ്വഭാവം, നീ അവരെ സ്നേഹവും നീ മനസ്സിലാക്കാൻ വേണ്ടി നോക്കടി, അല്ലാതെ നിന്നെ ചതിക്കുന്ന നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അല്ല നീ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശൻ കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നവ്യാണെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ടിട്ടാണെങ്കിൽ ഒട്ടും സഹിക്കാൻ വയ്യാതെ നമ്മൾ നവ്യാണെങ്കിൽ നേരെ റൂമിലൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.